അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ലെ അഖീദ വിഷയത്തിൽ നിന്നും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്നതുമായ ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റായ മദ്രസ ഗൈഡ് എന്നത് സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ അഖീദ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ ക്വിസുകൾ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ ബേസ് ചെയ്ത ക്വിസുകളാണ്. അത് കുട്ടികൾക്ക് വളരെയധികം ഉപകരിക്കും. ഓരോ പാഠത്തിലെയും ചോദ്യത്തിന് കൃത്യമായി പഠിക്കാൻ സാധിക്കുന്ന ഒരു ക്വിസാണ്. ക്വിസ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ക്വിസ് എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഞാൻ അതിൽ ഓരോരുത്തർക്കും റിപ്ലൈ തരാം. നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. യോജിപ്പിക്കാം എന്നുള്ളതാണ്. ഇവിടെ വലതുഭാഗത്ത് കാണുന്ന വരി ഇടതുഭാഗത്ത് കാണുന്ന വരിയുമായി യോജിപ്പിക്കുക. യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എടുത്തെഴുതുക എന്നതാണ്. പക്ഷെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. വലതുഭാഗത്ത് കാണുന്നത് എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് എഴുതിയെടുക്കും. അത് തെറ്റായ ഒരു പരിപാടിയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇടതുഭാഗത്ത് കാണുന്ന ശരിയായ ഓപ്ഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അത് ഓരോ വരിയും മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച് ഏതാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് എടുത്ത് എഴുതുക. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. 1. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ്? സുന്നത്ത് ജമാഅ അല്ലേ? അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് എന്താണ്? പ്രാർത്ഥനയുടെ മര്യാദയാണ്. പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. 3. ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്. ഖുർആനിൻ്റെ വ്യാഖ്യാനം സുന്നത്താണ്. അതാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്, സുന്നത്ത്. 4. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? അൽ ഖുലഫാഉ റാഷിദൂൻ. അൽ ഖുലഫാഉ റാഷിദൂൻ. ഇനി 5. ഈജിപ്തിലെ ഗവർണർ ആരായിരുന്നു? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആണ്. 6. മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. മരിച്ച ആളുകൾക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നത് ഏത് പ്രവാചകനാണ്? ഈസാ നബി അലൈഹിസ്സലാം. 7. വടി സർപ്പം, അതായത് വടി പാമ്പാവുക. അത് ഏത് മുഅ്ജിസത്താണ്? ഏത് പ്രവാചകൻ്റെ മുഅ്ജിസത്താണ്? മൂസാ നബി അലൈഹിസ്സലാം. അതങ്ങോട്ട് എടുത്തെഴുതാം. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും ഡാഷ് സദ്വൃത്തരുമാകുന്നു. 2. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഡാഷ് നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. 3. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വ ഡാഷ് വലാഹും യഹ്സനൂൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 4. വ ഇൻ കാന അല്ലാഹു യുജ്രീകി ഫഅസ്അലുൽ വാഹിദ ഡാഷ്. പൂരിപ്പിക്കാം. വ ഇൻ കാന അല്ലാഹു യുജ്രീകി ഫഅസ്അലുൽ വാഹിദൽ ഖഹാറ അൻ യുജ്രിയക. ഇനി അടുത്ത വ്യക്തമാക്കാം എന്നുള്ളതാണ്. 1. അസ്വഹാബി. ആർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരം മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. അതാണ് ആരാണ് സ്വഹാബി എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി 2. അവരുടെ വിശേഷണമൊക്കെ ചോദിക്കും, അതൊക്കെ പഠിക്കണം കേട്ടോ. 2. ബിദ്അഇകൾ. ആരാണ് ബിദ്അഇകൾ എന്ന് പറയുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ പരീക്ഷയിൽ അത് ചോദിക്കും. അതിൻ്റെ ഉത്തരം വരുന്നത് ഇങ്ങനെയാണ്.
പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദ്അഇകൾ. 3. ഇജ്മാ. എന്തിനാണ് ഇജ്മാ എന്ന് പറയുന്നത്? അതും ആ പാഠത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. അടുത്ത ചോദ്യം ഇതാണ്, സുന്നത്ത്. അതും ആ പാഠത്തിലാണ് പറയുന്നത്. അപ്പോൾ നിർബന്ധമായും ഇജ്മാ, സുന്നത്ത്, ഖിയാസ് ഇതുള്ളതൊക്കെ പഠിച്ചു വെക്കുക. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ചോദ്യത്തിന് ഉത്തരം എഴുതുക. 1. അദ്ദുആ എന്നാൽ എന്താണ്? ദുആ എന്നാൽ അതിൻ്റെ ഉത്തരം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത്. 2. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച 2 ഇമാമുകൾ ആരെല്ലാം? അത് വിശ്വാസപരമായ കാര്യങ്ങളിലാണ്. വേറെ കർമ്മശാസ്ത്രപരമായ ഇമാമുകളുണ്ട്. അവർ 4 പേരാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഖീദയുടെ ഇമാമുകളാണ്, അതായത് വിശ്വാസപരമായ കാര്യങ്ങളുടെ ഇമാമുകൾ. അവർ 2 പേരാണ്. ചിലപ്പോൾ ഈ ഒരു ചോദ്യം ചിലപ്പോൾ ഈ 2 വീതം ഉദാഹരണം എഴുതാം എന്നുള്ളതിൽ വരാം. കാരണം 2 ഇമാമുകളായതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യത്തിൽ ഉൾപ്പെടും. 1-ാമത്തെ ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുമുള്ള എന്നവരും 2 ഇമാം അബു മൻസൂറിനിൽ മാതുരിദി റഹിമഹുമുള്ള എന്നിവരുമാണ്. അത് നമുക്ക് 6-ാമത്തെ പാഠത്തിൽ 17-ാമത്തെ പേജിൽ ലാസ്റ്റ് കാണാം കേട്ടോ, അതായത് താഴത്ത് കാണാം. ഇനി അടുത്ത ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു? അതിൻ്റെ ഉത്തരം നമുക്ക് 5-ാമത്തെ പാഠത്തിൽ 2-ാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് വരിയിൽ കാണാം. അതായത് 15-ാമത്തെ പേജിലാണ്. 100,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. 4. മുസ്ലിങ്ങൾ അംബിയാ, ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയല്ല. കാരണം എന്താ? അതിൻ്റെ കാരണം അംബിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല. അങ്ങനെ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ വിശ്വസിക്കുന്നില്ല. അടുത്തത് 5. കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ആരൊക്കെയാണ്? അതായത് ഫിഖ്ഹിൻ്റെ ഇമാമുകൾ, അതായത് 4 പേരാണ്. 1. ഇമാം അബു ഹനീഫ റഹിമഹുമുള്ള, ഇമാം മാലിക് റഹിമഹുമുള്ള, ഇമാം ഷാഫിഈ റഹിമഹുമുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. ഇവരാണ് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ. ഇനി അർത്ഥം എഴുതാനാണ്. ഇങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കണം. 1. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം എന്നാണ് അർത്ഥം. 2. ഇബാദത്ത്, ആരാധന. 3. തൗഹീദ്, ഏകദൈവ വിശ്വാസം. 4. ദാത്ത്, സത്ത എന്ന് പറയും. ഇനി നമുക്ക് അവസാന പ്രവർത്തനം നോക്കാം. കള്ളികൾ പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ് ഈ കോളങ്ങൾ പൂർത്തിയാക്കാനുള്ളത്. ഈ 10 പേരുണ്ട്, അതിൽ കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്, 6 പേരെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള പേരും കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. ഇവിടെ ഇനി ഏതാണ് എഴുതാനുള്ളത്? 5-ാമത്തെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. പിന്നെ 6 സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. 7 സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. 8 ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ എന്ത് ചെയ്യും? വേറെ രൂപത്തിലും വരാം. കാരണം ഇവിടെ സ്വഹാബിയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആ സ്വഹാബിയുടെ പേരാണ് തുടക്കത്തിലുള്ളത് എല്ലാത്തിൻ്റെയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ, അലി, അബൂ ത്വൽഹ, അബ്ദുറഹ്മാൻ. ശേഷം ഇബ്നിന് ശേഷം വരുന്നതാണ് അവരുടെ പിതാക്കളുടെ പേര് കേട്ടോ. ഖത്താബ് എന്നതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ വാപ്പാൻ്റെ പേര്. അഫ്ഫാൻ എന്നതാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര്. അബീ ത്വൽഹ എന്നതാണ് അബീ ത്വാലിബ് എന്നാണ് അലി റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര്. അങ്ങനെ ഓരോരുത്തരുടെ അതേ രൂപത്തിലാണ്. ഇബ്നിന് ശേഷം വരുന്നതാണ് അവരുടെ പിതാക്കൾ. അപ്പോൾ ഇത് യോജിപ്പിക്കാനും വരാം.
ഇപ്പോൾ ഉദാഹരണത്തിന് ഉമർബിന് ഖത്താബ് എന്ന് കൊടുക്കുന്നതിന് പകരം ഉമർബിന് അത്ര കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇനി വാപ്പാൻ്റെ പേരെന്ത് ചിലപ്പോൾ ഇപ്പുറത്തെ കള്ളിയിൽ നിന്ന് യോജിപ്പിക്കാനും വരാം. അങ്ങനെയൊക്കെ എല്ലാവരും കൊടുക്കുക. നമ്മൾ 16ാമത്തെ പേജിൽ അതിൻ്റെ തദ്രീബാത്തിൻ്റെ രൂപത്തിൽ അതിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും ഈ 10 പേര് കാണാതെ തന്നെ പഠിക്കണം. എന്നുള്ള പരീക്ഷയ്ക്ക് അത് കാണാതെ കിട്ടുള്ളൂ, യോജിപ്പിക്കാനൊക്കെ കിട്ടുള്ളൂ, പിതാക്കളുടെ പേര് യോജിപ്പിക്കാൻ കിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.